ഇപ്പോൾ KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ MC കൂടെ ചേരുന്നുണ്ട്. ശ്രീ അതുൽ, സ്കൂൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകി എന്നുള്ള ഒരു കാരണത്താലാണ് KSU പ്രവർത്തകനെതിരെ ഇപ്പോൾ മർദ്ദനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പുറത്തുനിന്നുള്ള പ്രവർത്തകരും ഇതിൽ ഈ കുട്ടിയെ മർദ്ദിക്കാൻ ഉണ്ടായിരുന്നു, SFI-കാരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ഇതിനകത്ത് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു. ഈ കടന്നപ്പള്ളി അടക്കമുള്ള പ്രദേശം എന്ന് പറയുന്നത് CPM-ന്റെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്ന SFI-യുടെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ള പരിസരമൊക്കെയാണ്. ആ ഒരു ക്യാമ്പസിനകത്ത്, ആ സ്കൂളിനകത്ത് KSU-വിന്റെ സജീവമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും KSU-വിന്റെ നോമിനേഷനുകൾ പരമാവധി പൂർത്തീകരിച്ച് KSU-വിന്റെ പ്രവർത്തകരെ മുന്നോട്ട് പോയതിന്റെ പ്രവർത്തകരാണ് അസൈനാർ ഉൾപ്പെടെയുള്ള KSU സഹപ്രവർത്തകർ എന്ന് പറയുന്നത്. ആ സ്കൂളിന് മുന്നിലുള്ള ഒരു ടൗണിൽ രാത്രി അവർ കവലയിൽ ഇരിക്കുമ്പോൾ പുറത്തിൽ നിന്ന് സംഘടിച്ചെത്തിയിട്ടുള്ള DY ആളുകൾ, നിങ്ങളൊന്ന് ആലോചിക്കണം, സ്കൂളിൽ നോമിനേഷൻ കൊടുത്തതിന്റെ പേരിലാണ് പുറത്തു നിന്നും DYFയുടെ ആളുകൾ ഗുണ്ടകളെ പോലെ പുറത്തുനിന്നും പറഞ്ഞയച്ചുകൊണ്ട് അവരെ ഈ വിദ്യാർത്ഥിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അസൈനാർ അല്ലേ എന്ന് ആ കുട്ടി അവിടെ ഇരിക്കുമ്പോൾ അവർ വന്ന് ചോദിച്ച് അവരെ ക്രൂരമായി ആക്രമിക്കുകയാണ്. എന്തിനാണ് ആക്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് നീ നോമിനേഷൻ സമർപ്പിച്ചതിന്റെ പേരിൽ അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് ആക്രമിക്കുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ആ CCTV വിഷ്വൽ കണ്ടിട്ടുണ്ടാവും. എത്ര ക്രൂരമായിട്ടാണ് ഒരു 17 വയസ്സുകാരായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയും 3-4 DYFയുടെ ഗുണ്ടകൾ ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നതെന്ന് നമ്മൾ ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ തന്നെ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ നിലയിലാണ് ഇവിടുത്തെ CPM-ഉം അതുപോലെ തന്നെ DYF ഒക്കെ. നിങ്ങൾ ആ ദൃശ്യം പൂർണ്ണമായി കണ്ടോ എന്നറിയില്ല. ആ ദൃശ്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഒരു CPM-ന്റെ നേതാവ്, ഒരു CPM-ന്റെ പ്രവർത്തകൻ അവിടെ വന്നിട്ട് ഈ ആക്രമിക്കുന്ന ആളുകളെ തടയാൻ വേണ്ടിയിട്ട് വരുന്ന നാട്ടുകാരൊക്കെ തന്നെ അവരവിടെ തടഞ്ഞു നിർത്തുകയാണ്. അവരൊക്കെ അടിച്ചു പൂർത്തിയാക്കട്ടെ, അതുവരെ നമുക്കിവിടെ നോക്കി നിൽക്കാം എന്ന നിലയിൽ അവിടെ CPM-ന്റെ ആളുകൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ തന്നെ എതിർക്കേണ്ട പോലും ഈ അക്രമത്തെ എല്ലാ വിധത്തിലും പിന്തുണക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മാതമംഗലം സ്കൂളിലും ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായി. KSU-വിന്റെ നേതാക്കന്മാർ ആ സ്കൂളിനകത്തേക്ക് ഭാഗമായിട്ട് അവിടുത്തെ CPM-ന്റെ DYFയുടെ CIT-യുടെ ഗുണ്ടകൾ അതിക്രൂരമായി ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ പ്രിയദർശിനി ആശുപത്രിയിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഈ അസൈനാറുടെ തലയ്ക്ക് പരിക്കേറ്റ് CT സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടിരിക്കുന്നത്? തീർച്ചയായും അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ SFI-യുടെ തോന്നിയ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള അതിശക്തമായ തിരിച്ചടി ക്യാമ്പസിനകത്തുള്ള വിദ്യാലയങ്ങളിലകത്തുള്ള വിദ്യാർത്ഥികൾ നൽകും. അത് തീർച്ചയാണ്. ഈ സ്കൂളിലൊക്കെ തന്നെ KSU വിജയങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഒക്കെ തന്നെ ആ കണ്ണപ്പള്ളി KSU-വിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പരിപാടികളും ഒക്കെ തന്നെ നടക്കുകയാണ്. വലിയ പ്രതിഷേധം ഇതിനെതിരെ, ഈ അക്രമത്തിനെതിരെ ഞങ്ങൾ അകത്തുനിന്നും ഉണ്ടാകും. എല്ലാ കാലത്തും ഇതുപോലെ ആക്രമിച്ച് പോകാമെന്ന് SFI-യും കരുതണ്ട. ശക്തമായ പ്രതിരോധം ഈ വിഷയത്തിനകത്തൊക്കെ തന്നെ KSU-വിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. KSU-വിന്റെ കുട്ടികളെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ KSU-വിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകും. ഇതിന്റെ കൂട്ടത്തിൽ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പോലീസ് ഈ അക്രമത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുടെ കൂടെ പിന്തുടരുന്ന സാഹചര്യമാണുള്ളത്. അവരെല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ഈ പ്രതികൾക്ക് ഒരുക്കി കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം മാതമംഗലം സ്കൂളിലെ വിഷയം നമുക്കറിയാം. അവിടെ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് KSU നേതാക്കന്മാർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അടി കിട്ടി ആശുപത്രിയിൽ കിടക്കിക്കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന ആൾക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുവാൻ വേണ്ടിയിട്ട് CPM-ന്റെ ഉന്നതതലത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തയ്യാറാകുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അസൈനാറിനെ വിദ്യാർത്ഥിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ FIR ഇടാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറാകുന്നില്ല. അപ്പൊ ആ നിലയിൽ പോലീസും ഇതിനകത്ത് എല്ലാ പിന്തുണയുമായിട്ട്, ക്രിമിനലുകൾ പിന്തുണയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇതിനൊക്കെ എതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയരും. ഇവർ കൃത്യമായി മറുപടി നൽകാൻ KSU മുന്നോട്ട് വരുമെന്നുള്ളതാണ്. ശരി, വ്യക്തമാണ്. അതുലാണ് വിവരങ്ങൾ നൽകി. വളരെ നന്ദിയുണ്ട് അതിലെ അവസരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.